മക്കളെ നമുക്കിന്ന് ഒരു ചിക്കൻ കറി റെഡിയാക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ ചീനിച്ചട്ടി എണ്ണ ചൂടായപ്പോൾ ഈ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് വഴറ്റി, അത് കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് വഴറ്റി, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറിയ ഉള്ളിയും നല്ലവണ്ണം ഇട്ട് മൂത്ത് ഒരു വിധം നല്ലവണ്ണം മൂത്ത് വന്നപ്പം ചിക്കൻ ഇട്ട് കൊടുത്തേക്കുവാണ്. ചിക്കൻ ഇട്ടൊന്ന് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. നമുക്കന്നേരം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. നമ്മളിത് വെള്ളം ചേർക്കാതെ പുരട്ടിയെടുക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയാമോ? ഇത് സർവ്വസുഗന്ധി എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ ചിക്കൻ കറിക്കകത്ത് ഇട്ട് കൊടുക്കാം. മക്കളെ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാതെ, വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ വെച്ചിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള വലിയ ഇറങ്ങുന്നുണ്ട് വെള്ളം കേട്ടോ. ഇനി നമുക്ക് ഇതിന് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികളും എല്ലാം കൂടെ നമ്മൾ ഇതങ്ങോട്ട് ചേർക്കാതെ നമ്മളിച്ചിരി നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചതാണ്. നമ്മൾ വെള്ളം ചേർക്കാതെ തയ്യാറാക്കിയാലും നമുക്ക് നല്ലവണ്ണം അതിനകത്തൊന്ന് രണ്ട് കിട്ടും. ഇത് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാതെ മക്കളെ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാതെ. നല്ലവണ്ണം റെഡിയായി വരുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാതെ നമ്മുടെ തക്കാളിക്കായും പച്ചമുളകും ചേർത്ത് വീണ്ടും ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതിനകത്തൊന്ന് ഇറങ്ങുന്ന ഈ വെള്ളത്തിൽ ഈ അരപ്പിലാണ് നമ്മളിനി ഇത് വെന്തെടുക്കുന്നത്. നമുക്ക് അടച്ച് വെക്കാവേ. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇനി നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കണം. ഉപ്പും എരിയും നമ്മൾ ആ മസാലയ്ക്കകത്ത് നമ്മൾ വേണ്ടതെല്ലാം ചേർത്ത് ഞാനിത് വെച്ചിരിക്കുന്നത്. ഉപ്പ് കറക്റ്റാണ്. അതിനൊരു ശകലം ഗരം മസാലയും കൂടി
അടച്ച് ഒന്നുകൂടെ വേവട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നമുക്കിൻ്റെ ഒന്ന് ഉപ്പൊക്കെ നോക്കാവേ. എല്ലാം കറക്റ്റാണ്. ഉപ്പും എരിയും എല്ലാം കറക്റ്റാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും തന്നെ ഇതുപോലെ കപ്പയ്ക്കും ഒക്കെ നമുക്ക് ഈ ഒരു പെരളൻ കറി, ചിക്കൻ പെരളൻ, ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തട്ടിയെടുത്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. സന്തോഷം. നമ്മുടെ ചിക്കൻ പെരളൻ റെഡിയായിട്ടുണ്ട്.